മണികണ്ഠ സ്വാമി കാത്തു. ആവശ്യത്തിന് ഞാൻ മണിയടിക്കണ്ടല്ലോ, പിന്നെ ആരെ ഇപ്പൊ എന്റെ കൂടെ അടിക്കണേ? ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ഇങ്ങനെയൊക്കെ നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോറ്റു പോകുമല്ലോ അണ്ടിത്താത്ത. ഇവള് ദുബായിൽ പണ്ട് എന്തായിരുന്നു പരിപാടി എന്നും ഇവള് ഇപ്പൊ നാട്ടിൽ വന്നിട്ട് സ്വന്തം കൂട്ടുകാരികളുടെ കൂടെ നടന്നിട്ട് അവരെ ഭർത്താക്കന്മാരെ വെച്ചോണ്ടിരുന്നിട്ടാണ് അവൾ ഈ സംസാരിക്കുന്നത്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. നീ എന്തിനാടി നോണ പറയും? എടിയല്ലല്ലോ എടാ. ഒന്ന് കുഞ്ഞു തരൂ. എന്തിനാ? അല്ല ഈ മധുരം ചാടാ. ഈ രേണുവിന് വീട് കൊടുക്കാണ്ടെങ്കിൽ അവിടെ ഹൃദപ്പം കയറി കിച്ചു കയറി എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ കയറി. ഇവൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തലക്കയറിയിരുന്ന് മുടിവെട്ട എന്നാ കാണാം. ഇവൾക്ക് പല പോലീസ് കേസും ഉണ്ട്. എന്നിട്ട് ഇവിടെ ഒളിച്ചിരുന്നാണ് വീട് ചെയ്യുന്നത്. ആദ്യം നീ ഉള്ള സ്ഥലം എവിടെയാന്ന് പറ, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. നീ എന്തിനാടാ നോണ പറയണ? എടി എടി ഈ വേഷം കെട്ട് കാരണം ഇതിനെ എടീന്നേ വായി വരുന്നുള്ളൂ. ഞാനിപ്പോഴാണ് അറിയുന്നത് ആ പെൺകുട്ടിക്ക് ഒരു കാലിന് സ്വാധീനം ഇല്ലാന്ന്. ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു കൈയില്ലാത്ത ആള് വേറെ രണ്ട് കൈയില്ലാത്ത ആൾക്കാരെ കുറ്റം പറയുന്ന പോലെ ആയി പോയില്ലേ? അല്ല, ഈ തൂക്കിയിട്ട് ആട്ടുന്ന സാധനത്തിന്റെ അറ്റം പോയിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അങ്ങനെയാണെങ്കിൽ എന്റെ കാലിന്റെ അംഗപരിമിതിയെക്കാളും വലിയൊരു അംഗപരിമിതിയാണല്ലോ നീ നിനക്കുള്ളത്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? നീ അതിനെപ്പറ്റി എന്താ സംസാരിക്കാത്തെ? കിട്ടിയ ഇല്ല, ചോദിച്ചു വാങ്ങിച്ച്. ഈ തൂക്കിയിട്ട് ആട്ടിക്കൊണ്ട് നടക്കുന്നേ മണിനാഥം അടി അണ്ടിത്താത്ത. ആദ്യം നീ അതിനൊരു പരിഹാരം കണ്ടെത്തും. നീ എന്ത് പറഞ്ഞാലും കളിയാക്കരുത് പ്രസാദേ. ആദ്യം അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. എടി നീ ധൈര്യമായിട്ട് എന്റെ പേര് പറഞ്ഞു പറയടി. എനിക്ക് കാല് സുഖമില്ലെന്നാ. എടി അല്ലല്ലോ എടാ അണ്ടിത്താത്ത. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. നീ എന്റെ കാലിന് സുഖമില്ല എന്ന് പറയുമ്പോ നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കണം. ഈ കാല് ഞാൻ തലയ്ക്ക് മേലെ ഉയർത്തി നിന്റെ 6ാം പാരി ഞാൻ ചവിട്ടി പൊട്ടിച്ചു തരാം കാല് വെച്ചിട്ട്. എന്റെ സർവീസിനിടയിൽ ഇതുവരെ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പിന്നെ നീ എനിക്ക് തണ്ടി പോലും അല്ല. ഹെല്ലോസ് പാട്ടയുടെ തലയിലോട്ട് കയറിയത് കണക്ക് ഷെഫീന ബീവിയുടെ തലയിലോട്ട് കയറാനായിട്ട് വരണ്ട. അണ്ടിതാത്തക്ക് എന്താ അത്ര ഇൻട്രസ്റ്റ്? രേണുകുണി വെളിച്ചെണ്ണ സുഹൃത്ത് എല്ലാം അറിഞ്ഞല്ലേ? അറിഞ്ഞടാ, അറിഞ്ഞു. ഫ്ലാഷ് ബാക്ക്. ആ ഒരു താത്ത ഉണ്ടല്ലോ, നിരന്തരം രേണുവിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന താത്ത. അഫ്കോഴ്സ് അതിന്റെ വിഷം വന്നത് ആ താത്തന്റെ ഭാഗത്ത് തന്നെയാണ്. ഇവന് കിട്ടിയതൊന്നും പോരാൻ തോന്നുന്നു. നീയൊക്കെ വേഷം കെട്ടിക്കൊണ്ട് നടന്ന് മറ്റേ സെക്സ് അനസെക്സ് അത് കാണിക്കാനായിട്ട് നടക്കുന്ന ഉത്സാഹത്തിന് ഷെഫീനെ തട വയ്ക്കും. എന്തോ ഒരു പണി മണക്കുന്നുണ്ട്. വെറുതെ പണി എരന്ന് വാങ്ങിക്കരുത് കേട്ടാ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ട്രാൻസ് വിഭാഗത്തിനെ പറ്റിച്ചുകൊണ്ട് അവർക്കിടയിൽ കുത്തിക്കേറി വൾഗർ സെക്സ് കളിക്കാൻ വേണ്ടിയിട്ട് വേഷം കെട്ടി നടക്കുന്ന മുറിയണ്ടി എന്റെ വായേന്ന് കേക്കരുത് കേട്ടാ. അതോ മുറിച്ച് കളഞ്ഞു. ഇനി അതിന്റെ കൂടെ പോരാതിട്ട് ആട്ടിക്കൊണ്ട് നടക്കുന്ന മുഴുവൻ മുറിച്ച് കളഞ്ഞിട്ട് നീ പൂർണ്ണമായി ഒരു പെണ്ണായിട്ട് മാറിയ സമ്മതിച്ചു പോയി ചത്തുടടാ. ഒരു കാർഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ട്രാൻസിന്റെ, അതിന്റെ നിനക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു ഉണ്ണയില്ല നൊണ്ണയില്ല കൊറേ മേക്കപ്പും വാരി ഇട്ടിട്ട് ആട്ടിക്കണ്ടി ഞെരക്ക്. അവൻ പോട്ടെ, ഒരു ശോഭതാളം വായിച്ചേ. പോട്ടെ പോട്ടെ തക 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 പോട്ടെ പോട്ടെ. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.